Hi friends, welcome back to UltronMedia. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ termux ബാനറിൻ്റെ നമുക്ക് എങ്ങനെയാണ് ഒരു പാക്ക് ഇൻസ്റ്റാൾ ചെയ്യാതെ എങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിന് സ്പെഷ്യലായിട്ട് നമ്മളൊരു പാക്കോ കാര്യങ്ങളോ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ബ്രൗസറിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാനർ സെർച്ച് ചെയ്യുക, അത് നേരെ എടുത്ത് ഇതിലേക്ക് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളെപ്പോഴും termux ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നൊരു ഹോം പേജിൽ കാണുന്നതാണല്ലോ ഇത്, വെൽക്കം ടു termux വിക്കി, അതുപോലെ കമ്മ്യൂണിറ്റി ഫോറം, അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഹെൽപ്പും കാര്യങ്ങളായിട്ട് കുറേ ടെക്സ്റ്റ് ഇവിടെ കാണുന്നു. ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ ബാനർ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കഴിഞ്ഞ വീഡിയോയിൽ EVLIൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കുറേ പാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടി termux ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആദ്യം തന്നെ cd സ്പേസ് ഡോട്ട് എന്ന കമാൻഡ് കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. അതിനുശേഷം ls ടൈപ്പ് ചെയ്താൽ നമുക്ക് ഹോം USR എന്ന് രണ്ട് ഫോൾഡർ കാണാം, ഡയറക്ടറികൾ കാണാം. ഇതല്ലാതെ നിങ്ങളിൽ ചിലപ്പം വേറെയും ഉണ്ടാവാം. ഓക്കെ, നമുക്കിവിടെ USRലേക്കാണ് ഇനി പോകേണ്ടത്. അതിന് വേണ്ടി cd സ്പേസ് USR, വെറും USR പോരാ, USR/etc എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അമർത്തുക. എന്നിട്ട് ls ടൈപ്പ് ചെയ്താൽ കുറേ ഫയൽസ് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഈ MOTD, ഇതാ ഇവിടെയുള്ള MOTD പറഞ്ഞാൽ ഇതാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്. ഇതിലാണ് നമ്മളെ ഹോം പേജിലുള്ള ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലൊരു ഈ termuxൽ ഇൻബിൽഡായിട്ട് തന്നെ ഒരു നാനോ പറഞ്ഞിട്ട് ഒരു എഡിറ്റർ ഉണ്ട്. അപ്പോൾ എഡിറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടി നാനോ സ്പേസ് MOTD എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അമർത്തുക. അപ്പോൾ നമ്മൾ നാനോൻ്റെ ഉള്ളിലെത്തി ആ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ മുകളിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ ഇത് അടിയിലേക്ക് എത്തും കണ്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഫുള്ളൊന്ന് ക്ലിയർ ചെയ്യാണ്. ഓക്കെ, ഫുള്ള് ക്ലിയർ ചെയ്യാം. ഇത് ക്ലിയർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ സ്ഥാനത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ termux ബാനറും അതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതെല്ലാം ആദ്യം ക്ലിയർ ചെയ്യാം. അത് ക്ലിയർ ആയിട്ടിട്ട് നമുക്ക് ഇനി ഇങ്ങോട്ടാണ് നമ്മളെ ബാനർ കൊണ്ടുവരേണ്ടത്. ആദ്യം നമുക്ക് ബാനർ സെർച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ 2 ലിങ്ക് നൽകിയിട്ടുണ്ടാവും. അതിലൊന്നാമത്തെ ലിങ്കാണ് ആസ്കി ആർട്ട് അച്ചീവ് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റിലെ ലിങ്ക്. ഓക്കെ, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒന്നുകൂടി നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു സൈറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയും നോക്കാം. ഓക്കെ, അപ്പോൾ ഏതായാലും ഇതിൽ കുറേ കാറ്റഗറീസ് ഉണ്ട്. നിങ്ങൾ ഈ സൈറ്റാണ് എടുക്കുന്നതെങ്കിൽ ഇതിൽ എല്ലാ കാറ്റഗറിയിലേക്കും ഒന്ന് കയറി നോക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ ഒന്ന് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിതിൽ ഡ്രാഗനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറേ ബാനറാക്കാൻ പറ്റിയ കുറേ പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാനേറ്റവും സിമ്പിളായിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ഇവിടെ കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം അതിലൊന്ന് ലോങ് പ്രസ് ചെയ്യുക, ഒരു സെലക്ഷൻ വരും. എന്നിട്ട് അത് ഫുള്ള് ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് കോപ്പി. അതിന് ശേഷം തിരിച്ച് വീണ്ടും termuxലേക്ക് വന്നിട്ട് ഇവിടെ സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് പേസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, എക്സ്ട്രാ ആയിട്ട് വരുന്നതൊക്കെ നമുക്ക് റേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഡ്രാഗ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ അടിയിൽ ടെക്സ്റ്റ് കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ ചെയ്യാം. അപ്പോൾ അതിൽ ഞാൻ ഇവിടെ ഒരു ഡിസൈന് ഒരു സ്റ്റാർ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, ഒരു ബോർഡറായിട്ട്. ആ ബോർഡറിൻ്റെ അടിയിലായിട്ടാണ് ഞാൻ എൻ്റെ ചാനലിൻ്റെ നെയിം കൊടുക്കുകയാണ്. അത് എൻ്റർ അടിച്ച് നമുക്ക് കുറച്ച് ഡിസൈനിൽ തന്നെ ആസ്കി ടെക്സ്റ്റ് വേണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ രണ്ടാമത് കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സൈറ്റാണ്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് നല്ല സൈറ്റ് കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലും ചെയ്യാവുന്നതാണ്. ഇവിടെ ടൈപ്പ് സംതിങ് എന്ന ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ നിങ്ങളുടെ പേര് എന്താണ് നിങ്ങൾ ടെക്സ്റ്റ് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ആ ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ നെയിം തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നത്, UltronMedia. പിന്നെ ഇവിടെ ഫോണ്ട് എന്ന് കാണാം, അവിടെ ആ ഫോണ്ട് പറഞ്ഞത് സെലക്ട് ചെയ്യുക. ഇതിൽ ഇഷ്ടം പോലെ കുറേ ഫോണ്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് നമുക്ക്
സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബാനർ 3 പറഞ്ഞതാണ് സെലക്ട് ചെയ്യുന്നത്. ഇങ്ങനെ അത് ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം അടിയിൽ ആ ടെക്സ്റ്റ് ഏതാണ് ഫോണ്ടിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി ഇതും കോപ്പി ചെയ്യണം. അതിന് വേണ്ടി ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തിട്ട് സെലക്ട് ഓൾ എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കോപ്പി അടിക്കുക. എന്നിട്ട് നേരെ വീണ്ടും ടെർമക്സിലേക്ക് തന്നെ തിരിച്ച് വന്നിട്ട് സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്തിട്ട് അതിലേക്ക് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതാ സ്ക്രീൻ ചെറുതാക്കി തരാം. ഓക്കെ, ഇത് റെഡിയായി. ഓക്കെ, ഇതാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി മനോഹരമായിട്ട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഓക്കെ, ഇനി ഇത് സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ വേണ്ടി Ctrl+X ആണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി Ctrl+X. ഓക്കെ, സേവ് മോഡിഫൈഡ് ബഫർ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുവേണ്ടി Y എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ റീനെയിം ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ റീനെയിം ചെയ്താൽ അത് വർക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റർ അടിക്കുക. ഓക്കെ, ഡൺ. ഇത് ശരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ന്യൂ സെക്ഷൻ എടുത്ത് നോക്കാം. കണ്ടോ, വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് എക്സിറ്റ് ചെയ്യാം ടെർമക്സിൽ നിന്ന്. അതിനുശേഷം എപ്പോൾ തുറക്കുമ്പോൾ ഇത് വരുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ലോങ് എല്ലാം പ്രോസസ് സ്കിൽ ചെയ്യാണ്. ഓക്കെ, ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. അത് വന്നിട്ടുണ്ട് കേട്ടോ. ഏത് ന്യൂ സെക്ഷൻ എടുക്കുകയാണെങ്കിലും ആണോ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്തേക്കാം. അതിന് വേണ്ടി എല്ലാ നെറ്റൊന്നും ആവുന്നില്ല, പാക്കുകളും കാര്യങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.